ഡോക്ടർ പത്മകുമാർ, അതാണ് അതായത് ഞാൻ സൂചിപ്പിച്ച 2018 കുറിച്ച് അതിനുശേഷവും പല പ്രൊജക്ടുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. പലപ്പോഴും കേരളത്തിൽ നമ്മൾ കാണുന്നത് ഏത് സർക്കാരാണോ അധികാരത്തിലിരിക്കുന്നത് ആ സർക്കാർ എന്ത് നയവുമായി പോയാലും അതിനെ എതിർക്കുക, പിന്നീട് ഇതേ എതിർത്തവർ അധികാരത്തിൽ വന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അതിന് സമാനമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ മഴ പെയ്യുമ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നത് പുതുമയുള്ള ഒന്നല്ല, പഴമക്കാർ അത് പറയുന്നുമുണ്ട്. പക്ഷേ ഇത്രമേൽ ചെറിയ തോതിൽ മഴ പെയ്താൽ അല്ലെങ്കിൽ ഇതുവരെ വെള്ളപ്പൊക്കം ഉണ്ടാകാത്ത ഇടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. അതൊക്കെയാണല്ലോ ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്ന രീതി. അതിനൊരു മാറ്റം വേണമല്ലോ. അതിനെന്താണ് ഒരു പോംവഴി? നമുക്ക് നമ്മുടെ നദികൾ മലകളിൽ നിന്ന് ഉത്ഭവിച്ച് വലനാടിൽ നിന്ന് ഇടനാട് കടന്ന് തീരദേശത്ത് വന്ന് കായലിലെത്തി കടലിൽ പോകുന്നതാണ്. അതാണ് കേരളത്തിന്റെ നദികൾ അല്ലെങ്കിൽ പുഴകളുടെ പ്രത്യേകത. മറ്റൊരിടത്തും ഇല്ലാത്തൊരു കായലുകളുടെ ഒരു കോവളം മുതൽ തൃക്കരിപ്പൂർ വരെ നീണ്ടു കിടക്കുന്ന ഒരു കായൽ ശൃംഖലയിൽ എത്തിയിട്ടാണ് അറബിക്കടലിലോട്ട് നമ്മുടെ ജലം ഒഴുകിപ്പോകുന്നത്. അത് അഴികളും പൊഴികളുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നീരൊഴുക്കിനുള്ള തടസ്സമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അനിവാര്യമായിട്ട് ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമുക്ക് ട്രാഫിക് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു റോഡിൽ ട്രാഫിക് കൂടിയാൽ ഉടനെ ബൈപ്പാസ് ഉണ്ടാകും. ഇതുപോലെ തന്നെ അനിവാര്യമായിട്ട് വേണം വേമ്പനാട്ട് കായലിൽ നിന്ന് അതുപോലുള്ള കായലിൽ നിന്ന് കടലിലോട്ടുള്ള നീരൊഴുക്കിന് തടസ്സമുണ്ടെങ്കിൽ അത് തടസ്സം കയ്യേറ്റം പോലും പറ്റും പ്രശ്നങ്ങളുണ്ട്. ഒരു കാലത്ത് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടുങ്ങിയ കനാലുകൾ ഉള്ള ഇടങ്ങളിൽ സമാന്തര കനാലുകൾ ഉണ്ടാക്കാം. വിസ്തൃതമായിട്ടുള്ള സമാന്തര കനാലുകൾ ഉണ്ടാക്കിയിട്ട് വെള്ളം എത്തിക്കുന്നതിനുള്ള വഴികൾ വേണം. ഞാൻ വേമ്പനാട്ട് കായലിന്റെ പരിപാടി പറഞ്ഞ 21-ലധികം പൊഴികളുണ്ട്. ആ പൊഴികള് താൽക്കാലികമായിട്ടുള്ള ഓപ്പണിങ്സ് ആണ്, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. അതുവഴി വെള്ളം കയറ്റിവിടാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം കടന്നു പോകാനുള്ള ആദ്യമായിട്ട് നമ്മുടെ നദികളും അല്ലെങ്കിൽ നമ്മുടെ കായലുകളും വെള്ളം കടലിലോട്ട് കൊണ്ടുപോകുന്ന കൺവേ ചെയ്യുന്ന ഇടങ്ങളാണ്. കണ്ടെയ്ൻ ചെയ്യാനുള്ള ഇടങ്ങളിൽ ഒരു കാലത്തും നമ്മുടെ വെള്ളം മുഴുവൻ ഈ ജലാശയങ്ങളിൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. അതിനുവേണ്ടിയുള്ള ശ്രമമെല്ലാം വിഫലമായിരിക്കും. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ജൈവ വൈവിധ്യത്തിന്റെ ചുടുപൊട്ടു മേഖലയാണ് നമ്മുടെ നദികളും പുഴകളും കായലുകളും. അത് റോക്കി ആയിട്ടുള്ള കൽക്കെട്ട് നിറഞ്ഞ ഇടങ്ങളാണെങ്കിലും മണൽ നിറഞ്ഞ പറകളാണെങ്കിലും അതിന് പുറത്ത് ചെളി അടിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളാണെങ്കിലും വൈവിധ്യമാർന്ന ജീവജാലങ്ങളുള്ള ഇടങ്ങളാണ്. അത് മുഴുവൻ കോരിയെടുക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തീർച്ചയായും. അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായ ഒരു ജല മാനേജ്മെന്റിന്റെ ആവശ്യകത തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എന്താണ് പോംവഴി എന്നത് സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഈ പ്രളയ സമാനമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മുക്തരാക്കേണ്ട ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് പ്രായോഗികമാണോ എന്ന് ന്യൂസ് ടൈംസ് പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.